അല്ലുക്കുട്ടൻ വഴക്കുണ്ടാക്കുന്നത് കേട്ടോ. അല്ലുക്കുട്ടൻ എന്തിനാണെന്നറിയാം വഴക്കുണ്ടാക്കുന്നത്? അല്ലുക്കുട്ടന് കട്ടിലേലോട്ട് കയറാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ അവനെ എടുത്ത് കയറ്റാൻ വേണ്ടിയിട്ടാണ് അവൻ ഈ കിടന്ന് വഴക്കുണ്ടാക്കുന്നത്. അവന് തന്നെ കയറാനൊക്കെ അറിയാം, പക്ഷെ ഇപ്പം നമ്മൾ അവനെ എടുത്ത് കയറ്റണം. അങ്ങനെയുള്ള കളിയാണ് അവന്. അച്ഛൻ അവനെ പകലെല്ലാം കടത്തി കട്ടിലെല്ലാം കടത്തി അവനെ കൊഞ്ചിക്കും. എന്നിട്ട് രാത്രിയിൽ കടക്കാനായിട്ട് ഞങ്ങൾ വന്നു കഴിയുമ്പോഴത്തേക്കിന് അവൻ ആദ്യം അവിടെ കയറി കിടക്കണം. അന്നേച്ചേ ഉള്ളൂ ഞങ്ങൾക്ക് പിന്നെ കിടക്കാൻ പറ്റുള്ളൂ. ഞങ്ങൾ ചോറൂണെല്ലാം കഴിഞ്ഞിട്ട് കിടക്കാൻ റെഡിയായിട്ട് വരുമ്പോഴത്തേക്കിന് ഷീറ്റൊക്കെ കുടഞ്ഞ് വിരിക്കുന്നത് വരെ അല്ലിക്കുട്ടൻ മര്യാദയ്ക്ക് അവിടെ നിലത്തിരിക്കുവേ. എന്നിട്ട് ഷീറ്റ് വിരിച്ച് കഴിയുമ്പോഴേ അവന് കയറണം. എന്നിട്ട് എന്തോ ഒരു കളി പോലെ അവനെ വഴക്ക് പറയടാ. ഷീറ്റ് വിരിച്ച് കഴിയുമ്പോഴാ നീ കിടക്കുന്നിടത്ത് പോയി കിടക്കടാ, നിൻ്റെ ഷീറ്റിൽ പോയി കിടക്കടാ, ഞങ്ങൾ ഉറങ്ങാൻ പോവാന്നൊക്കെ ഞങ്ങൾ പറയും. അപ്പോൾ അത് അവനറിയാം. അതിന് വേണ്ടിയിട്ട് അവൻ ഞങ്ങളെ ഇട്ടുകൊണ്ട് ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് അവൻ എന്നാ ചെയ്യും, അവൻ ആദ്യം കയറിയിട്ട് അവൻ കുറച്ച് നേരം കിടക്കും. അതും എൻ്റെ സ്ഥലത്തല്ല കേട്ടോ, അച്ഛ കിടക്കുന്നിടത്ത് അവൻ കിടക്കുന്നത്. അച്ഛനെ അവൻ കിടത്തുകയില്ല. എന്നിട്ട് അച്ഛ കിടക്കുന്നിടത്ത് അവൻ കിടന്നേച്ച് അച്ഛ പറയും എഴുന്നേറ്റേടാ മാറിക്കേടാ ഞാൻ കിടക്കട്ടെ എന്നൊക്കെ പറയും. എന്നാലൊന്നും അവൻ മാറുകയില്ല കേട്ടോ. അവൻ എന്നിട്ട് കട്ടിലേ ഇരുന്ന് ഉറക്കം തൂങ്ങി അവിടെ ഇരുന്ന് കുറേ നേരം ഇരുന്ന് ഉറങ്ങും. അത് കഴിയുമ്പോഴത്തേക്കിന് അച്ഛ വരുമ്പം തന്നെ അവൻ എഴുന്നേറ്റ് മാറും കേട്ടോ. എന്നാണെന്നറിയത്തില്ല, അവനങ്ങനെ മിക്ക ദിവസവും അവനങ്ങനെയാണ്. ഞങ്ങൾ ഷീറ്റ് വിരിച്ച് കഴിയുമ്പോഴേ അവൻ കയറി കിടക്കും. എന്നിട്ട് അച്ഛക്കിട്ട് നോക്കും അച്ഛ വഴക്ക് പറയാൻ വേണ്ടിയിട്ട്. എന്നിട്ട് അച്ഛ വഴക്ക് പറയുവാണെങ്കിൽ ഒന്നും കൂടെ മാറി ഇങ്ങോട്ട് കിടക്കും, അച്ഛ കിടക്കുന്നിടത്ത് തന്നെ. എന്നിട്ട് പിന്നെ അച്ഛ അന്നേരം പറയാം എന്നാൽ ഇച്ചിരി നേരം അവനവിടെ കിടന്ന് ഉറങ്ങട്ടെടി. എന്നിട്ട് ഉറങ്ങി കഴിയുമ്പോഴത്തേക്കിനും അവൻ പോയി കഴിഞ്ഞിട്ട് ഞാൻ വരാമെന്നും പറഞ്ഞ് അച്ഛൻ അപ്പുറത്തെ മുറിയിൽ പോയി കിടക്കും. കണ്ടോ, അല്ലിക്കുട്ടനിരുന്ന് ഉറക്കം തൂങ്ങുവാണേ. ഇനി ഉറക്കം തൂങ്ങി അവൻ ആ കട്ടിലേ ഇരുന്ന് ഉറങ്ങി കഴിയുമ്പോഴത്തേക്കിനാണ് ഇനി തന്നെ ഇറങ്ങി താഴേക്ക് പോയി കിടക്കുന്നത്. ഇവൻ്റെ ഓരോ കുരുത്തക്കേടുകളൊക്കെയാണിത് കേട്ടോ. അവന് ഇപ്പോൾ അവൻ്റെ ഷീറ്റേ പോയി കിടന്നാൽ അവന് നന്നായിട്ട് ഉറങ്ങത്തില്ലേ, ഇരുന്നുറങ്ങുമോ ഒരുത്തൻ. ഇതൊക്കെയാണ് അല്ലിക്കുട്ടൻ്റെ ഓരോരോ കാര്യങ്ങളൊക്കെ. ഇനി അവൻ നന്നായിട്ട് ഉറക്കം പിടിച്ചു കഴിഞ്ഞിട്ടേ ഉള്ളൂ കേട്ടോ അവൻ ഇറങ്ങി പോവുള്ളേ. ഇവൻ ഇവിടെ കിടന്നുറങ്ങാതെ കൊണ്ട് അവൻ്റെ സ്ഥലത്ത് പോയി നേരത്തെ കിടന്നുറങ്ങുവാണ്. പിന്നെ ഈ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് പോകേണ്ട വല്ല കാര്യമുണ്ട്? ഇതൊന്നും പറഞ്ഞ് അവനും മനസ്സിലാകുന്നില്ല, അവനെന്താ ഉദ്ദേശിക്കുന്നതെന്ന് ഞങ്ങൾക്കും മനസ്സിലാകുന്നില്ല. ഇതൊക്കെ ഇവന്റെ പുതിയ പുതിയ ശീലങ്ങളാകട്ടോ. കുറച്ച് ദിവസങ്ങളെ ആയുള്ളൂ ഇതൊക്കെ തുടങ്ങിയിട്ട്. ഇതിപ്പോ എന്നും പതിവായത്. പിന്നത്തെ പകലൊക്കെ അച്ഛ വീട്ടിലുള്ള സമയത്ത് ഇങ്ങനെ അല്ലിക്കുട്ടനെ ഇട്ടുകൊണ്ട് കളിപ്പീര. അല്ലിക്കുട്ടനെ തിരുമ്മി കൊടുക്കുവോ അച്ഛ. അവനതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അവനവിടെ അനങ്ങാതെ കിടക്കും അച്ഛ ഇങ്ങനെ തിരുമ്പൊക്കെ ചെയ്യും. ഇപ്പത്തെ എന്റെ ഒച്ച കേട്ടിട്ടാ തിരിഞ്ഞു നോക്കിയത്. ഇനി അവന്റെ അച്ഛയുടെ മടി കയറിയിരിക്കും. അച്ഛ ചുമ്മാതെയൊന്നും അല്ല കേട്ടോ ഇങ്ങനെ തിരുമ്പുന്നത്. അച്ഛ പാട്ടൊക്കെ പാടിയൊക്കെ അച്ഛ ഇങ്ങനെ തിരുമ്പുന്നത്. അച്ഛയുടെ പാട്ടൊന്നും എടുത്തിട്ടേക്കല്ലെന്നൊക്കെ എനിക്ക് ഓർഡർ തന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് കേട്ടോ അച്ഛയുടെ പാട്ടൊന്നും ഇടാത്തത്. അച്ഛ അവനെ പാട്ടൊക്കെ പാടിയാ കൊഞ്ചിക്കുന്നത്. പിന്നത്തെ അച്ഛ ജോലി കഴിഞ്ഞ് വന്നതേ അവനെ കുറച്ചു നേരം കൊഞ്ചിച്ചിട്ടൊക്കെയാ യൂണിഫോം പോലും മാറുന്നത്. അവനാണെങ്കിൽ അച്ഛൻ ഇങ്ങനെ കൊഞ്ചിക്കാൻ വേണ്ടി അവിടെ കിടക്കും. അവനതൊക്കെ ഭയങ്കര ഇഷ്ടാ. അച്ഛൻ ഇനിത്തെ ആ യൂണിഫോം മാറാനായിട്ട് അങ്ങോട്ട് പോകുമ്പോഴത്തേക്കിന് അല്ലിക്കുട്ടനെന്തേ അച്ഛയുടെ പുറകെ പോവുക കേട്ടോ. അച്ഛയുടെ പുറകെ ഇനി കുറെ നേരം നടക്കും ഇങ്ങനെ. അപ്പൊ ഇന്നത്തെ വിശേഷം ഇവിടെ നിർത്തുവാണ്. നാളത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ട് പിന്നെ വരാം കേട്ടോ.